എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ സൗണ്ട് വേവ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോരോ വേർഡും അല്ലെങ്കിൽ ഓരോരോ സെക്ഷൻസും കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോസ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുക കേട്ടോ. വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഒക്കെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഇഫ് 20 ഓസിലേഷൻസ് ടേക്ക് 30 seconds, വാട്ട് ഈസ് ദ പീരീഡ്? 20 ദോലനങ്ങൾക്ക് 30 സെക്കൻഡ് സമയം എടുക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെതായ നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ട് എഴുതണം. അപ്പൊ നോക്കി എന്താണ്? ഓസിലേഷൻ, നമ്പർ ഓഫ് ഓസിലേഷൻസ് തന്നിട്ടുണ്ട്. അതായത് n തന്നിട്ടുണ്ട്, 20 തന്നിട്ടുണ്ട്. അതിനെടുക്കുന്ന സമയം സ്മോൾ t ആണ് കേട്ടോ, 30 സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പീരീഡ് ക്യാപിറ്റൽ T ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്കറിയാം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? T ഈസ് ഈക്വൽ ടു സമയം ഡിവൈഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം അല്ലേ? നമ്മൾ പഠിച്ചാണ് T ഡിവൈഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് n ആണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. T എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 30 ആണ്. n എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20 ആണ്. അപ്പൊ 30 by 20 എന്ന് വരും. എത്രയാണ് ആൻസർ? 1.5 സെക്കൻഡ്. അപ്പം പീരീഡ് എത്ര കിട്ടി? പീരീഡ് T is equal to 1.5 സെക്കൻഡ്. ദാറ്റ് ഈസ് ആൻസർ. അപ്പൊ ഇങ്ങനെ എഴുതണം കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ, the time taken for an oscillation from the equilibrium position to one side and back to the original position is considered as. എന്താണ്? ഒരു പെൻഡുലം എന്റെ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്ക് ദോലനം ചെയ്ത് ആദ്യ സ്ഥാനത്ത് എത്താൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പെൻഡുലം ഇല്ല, ഒരു പെൻഡുലമാണ്. ആ പെൻഡുലം എന്റെ തുലന സ്ഥാനം ഇക്വിലിബ്രിയം പൊസിഷൻ ഇതാണെന്ന് ചോദിച്ചു. ഇവിടെ നിന്ന് ഒരു വശത്തേക്ക് പോയിട്ട് ആദ്യ സ്ഥാനം പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പൊസിഷൻ അല്ലെ? ആദ്യ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുവാണ് ചെയ്യുന്നത് ആദ്യ സ്ഥാനം. അപ്പൊ പെൻഡുലം ഇവിടെ എത്തി, ഇവിടെ നിന്ന് ആദ്യമേ ഇങ്ങോട്ട് പോയി, പിന്നെ തിരിച്ച് ഇവിടെ എത്തുന്നു. അതിനെടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ നമുക്ക് ഇവിടുന്ന് അതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പം ഇവിടെ പോയിട്ട് ഒരു സൈഡിലോട്ട് പോയി, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോയിട്ട്, പിന്നെ തിരിച്ച് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുമ്പോഴാണ് അതാണ് ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പോയിട്ട് പിന്നെ തിരിച്ച് ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴാണ് അതിന്റെ ഒരു ഓസിലേഷൻ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതിനെടുക്കുന്ന സമയം, ടൈം പീരീഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് പോയി, വൺ സൈഡ് എന്ന് പറയാം, വൺ സൈഡിലേക്ക് പോയി, പിന്നെ എങ്ങനെയാണ് പിന്നെ അത് അതർ സൈഡിലേക്ക് പോയി ഇല്ലേ, മറ്റേ സൈഡിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് ബാക്ക് ടു ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. ബാക്ക് ടു ഇക്വിലിബ്രിയം പൊസിഷൻ ആവുമ്പോഴാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു ഓസിലേഷൻ. അതിനെയാണ് നമ്മൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് T എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ്? ഇവിടെ ഇതാണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് പോയി, ഒരു വശത്തേക്ക് പോയി, പിന്നെ തിരിച്ച് ആദ്യ സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ഇല്ല, തിരിച്ച് ആ സ്ഥാനത്ത് മറ്റേ സൈഡിലോട്ട് പോയോ? ഇല്ല. മനസ്സിലാവുന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും അതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ചെന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോഴാണ് ക്യാപിറ്റൽ T വരുന്നത്. അപ്പൊ പകുതി ദൂരമല്ലേ ആയുള്ളൂ. അപ്പൊ എത്രയായിരിക്കും? അതിന്റെ പകുതി, അതായത് T/2 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് T/2. ഏതാണ് ആൻസർ? T/2 ആയിരിക്കും ആൻസർ. ക്ലിയർ ആയല്ലോ? ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോയി, മറ്റേ സൈഡിലോട്ടും പോയി, തിരിച്ചു വരുമ്പോഴാണ് ഒരു ഓസിലേഷൻ. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ പോയി തിരിച്ച് അങ്ങോട്ട് വരിക, ഈ സൈഡിലോട്ട് പോകുന്നില്ല. അപ്പൊ പകുതിയല്ലേ ആവുന്നുള്ളൂ. അപ്പം ദാറ്റ് ഈസ് T/2. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, if it takes T seconds for an oscillation from the equilibrium position to one side and back to the equilibrium position, the frequency is dash. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഒരു പെൻഡുലം തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്ക് ദോലനം ചെയ്ത് തിരികെ അതേ സ്ഥാനത്ത് എത്താൻ ടി സെക്കൻഡ് സമയം എടുത്താൽ ആവർത്തി എത്രയായിരിക്കും? നമ്മൾ തൊട്ട് മുന്നേ കണ്ട കേസ് തന്നെയാണ്. ഇക്വിലിബ്രിയം പൊസിഷൻ, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടുന്ന് ഒരു വശത്തേക്ക് പോയി, തിരിച്ച് ഇവിടെ എത്തി. അപ്പം അതിനെത്താൻ ടി സെക്കൻഡ്, ഇവിടം വരെ വരാൻ വേണ്ടി ടി സെക്കൻഡ് സമയം എടുത്തെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? നമുക്കറിയാം ഈ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഈ സ്മോൾ ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? നമ്മൾ മുമ്പേ കണ്ടു, T/2 ആണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് തിരിച്ച് ഇവിടെ വരുന്ന എടുക്കുന്ന സമയമാണ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? T/2 ആണല്ലോ. T/2 ആണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും? 2 × T എന്ന് എഴുതാമല്ലോ. 2 × സ്മോൾ ടി എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം 1/T ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T എന്ത് എഴുതാം? 1/2 × T. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2T ആയിരിക്കും. ഇത് അവിടെ ഉണ്ട് കേട്ടോ. 1/2T. ആൻസർ എത്രയാണ്? 1/2T ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാണുമ്പോഴേ ആൻസർ എഴുതിയേക്കില്ല, കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചൊക്കെ നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പീരിയഡ് ഇഫ് ദ ടൈം ടേക്കൺ ഫോർ ആൻ ഓസിലേഷൻ ഈസ് T സെക്കൻഡ്. ഒരു പെൻഡുലം ഒരു ദോലനത്തിന് എടുക്കുന്ന സമയം T ആണെന്നുണ്ടെങ്കിൽ പീരീഡ് എത്രയായിരിക്കും? ഒരു ദോലനത്തിന് എടുക്കുന്ന സമയം, ഒരു ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോയി ഇതിനാണ് എടുക്കുന്ന സമയം T ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലവിടുത്തെ പീരീഡും എത്രയായിരിക്കും? പീരീഡും T തന്നെയായിരിക്കുമല്ലോ. ഒരു ദോലനത്തിന് എടുക്കുന്ന സമയമല്ല ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടുത്തെ പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയായിരിക്കും? T തന്നെയായിരിക്കും. T എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടൈം പീരീഡ് ആണ്. Then next question. Calculate the frequency of an object if it oscillates 12 times in 4 seconds. ഒരു വസ്തു 4 സെക്കൻഡിൽ 12 തവണ ദോലനം ചെയ്യുന്നുവെങ്കിൽ അതിന്റെ ആവർത്തി കണക്കാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓസിലേഷൻ, എത്ര സമയം ഓസിലേഷൻ ഉണ്ട്? 4 സെക്കൻഡ് ആണ് ഓസിലേഷൻ എടുക്കുന്ന സമയം. നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാണ്? 12. അപ്പം n എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 12 ആണ്. അതിനെടുക്കുന്ന സമയം എത്രയാണ്? 4 സെക്കൻഡും ആണ്. എന്ത് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിയാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ സമയം. ഇതാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. therefore ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ഓസിലേഷൻ 12 ആണ്, സമയം 4 ആണ്. therefore frequency is 3 Hz. is equal to 3 Hz. മനസ്സിലായല്ലോ? ഈ ഫ്രീക്വൻസിയും ടൈം പീരീഡും നമ്മൾ ആ റിലേഷൻ മാറിപ്പോയല്ലോ കേട്ടോ. ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ഉണ്ട്. ടൈം പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? T ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡ് ബൈ n ആണ്. അതുപോലെ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? n ഡിവൈഡ് ബൈ T ആണ്. അത് അങ്ങോട്ടേക്കാണ് മാറിപ്പോയത്. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പ്രോബ്ലംസിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. Then 6th question നോക്കാം. What happens to the frequency when the length of a simple pendulum increases? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവർത്തിക്ക് എന്ത് സംഭവിക്കും? ആവർത്തിയും അതുപോലെ തന്നെ ലെങ്തും നമ്മൾ റിലേഷൻ കണ്ടായിരുന്നു. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ, പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ലെങ്ത് കൂടുമ്പോൾ ആവർത്തി എങ്ങനെയാണ്? ആവർത്തി അവിടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി എങ്ങനെയാണ്? കുറയുവാണ്. അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു അല്ലേ? ലെങ്തും ഫ്രീക്വൻസിയും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി അവിടെ എങ്ങനെയായിരിക്കും? കുറയും. അപ്പം പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ഫ്രീക്വൻസി എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി ഡിക്രീസസ് അല്ലെ? ഫ്രീക്വൻസി ഡിക്രീസസ്. ഫ്രീക്വൻസി എങ്ങനെയാണ്? കുറയുന്നു. ആവർത്തി ഇല്ലേ? ആവർത്തി എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? Then 7th question. When the stem of an excited tuning fork is pressed against a table, the sound becomes louder. What is the reason? എന്താണ്? ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ തണ്ട് മേശമേൽ അമർത്തുമ്പോൾ ശബ്ദം ഉച്ചത്തിലാകുന്നു. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ഒരു ടേബിളിൽ മേൽ നമ്മൾ വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നിന്നാണ് ഇതിന്റെ വൈബ്രേഷൻ ഈ ടേബിളിലേക്ക് വരും അല്ലേ? ടേബിളിലേക്ക് വരും. അതായത് അവിടെ എന്താ സംഭവിക്കുന്നുണ്ട്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്ത് സംഭവിക്കും? അപ്പൊ ട്യൂണിംഗ് ഫോർക്കിന്റെ അതേ ഫ്രീക്വൻസിയിൽ ടേബിളും അവിടെ വൈബ്രേറ്റ് ചെയ്യും.
ക്ലിയർ ആയാലോ? നമുക്ക് ആൻസർ എങ്ങനെ എഴുതാന്ന് നോക്കിയേ. the table undergoes forced vibration. The table also vibrates at the same frequency as that of the tuning fork. മേശ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്നു. ട്യൂണിംഗ് ഫോർക്കിന്റെ അതേ ആവൃത്തിയിൽ മേശ കൂടി കമ്പനം ചെയ്യുന്നു. ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. The maximum displacement of a particle from the equilibrium position to one side. കമ്പനം ചെയ്യുന്ന ഒരു കണികയ്ക്ക് തുലനസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. തുലനസ്ഥാനം ഇതാണ്. അവിടുന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഇല്ലേ? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ്? ആയതി. ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് വെച്ചിട്ടാണ്? സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ്. യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മീറ്റർ ആണ് കേട്ടോ. അതൊക്കെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. If the period is t and the frequency is f, what is the relationship between them? Period t ആണ്, frequency f ആണ് എങ്കിൽ റിലേഷൻഷിപ്പ് എന്താണ്? What's the relationship? Frequency time period എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണല്ലോ. അതായത് ഏതാണ്? f is equal to 1/t ആണ് അല്ലേ? ഫ്രീക്വൻസി കൂടുവാണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് കുറയും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ് കേട്ടോ. പ്രത്യേകം ഓർത്തോണം. f is equal to 1/t ആണ് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ വേവ്സ് ആർ. വിവിധതരം യാന്ത്രിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് അൾട്രാവയലറ്റ്. ഏതാണ്? മെക്കാനിക്കൽ വേവ്സ് ഏതൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. അതായത് അനുദൈർഘ്യ തരംഗവും അനുപ്രസ്ഥ തരംഗവും. Next question. An echo can be heard only after a second is heard for dash time. ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞ് ചുരുങ്ങിയത് എത്ര സമയമെങ്കിലും കഴിഞ്ഞാൽ അതേ വ്യക്തി പ്രതിധ്വനി കേൾക്കാൻ സാധിക്കൂ. എത്ര സമയമാണ്? 1/10. അതായത് എത്രയാണ്? 0.1 സെക്കൻഡ് അല്ലെ? 0.1 സെക്കൻഡ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? 1/10 സെക്കൻഡ്. 1/10 സെക്കൻഡ് അല്ലെങ്കിൽ എന്താണ്? 0.1 സെക്കൻഡ്. Then 12th question. If the distance between the person hearing a sound and the obstacle is d, and the speed of sound is v, then the time taken to hear the echo. എന്താണ്? ഒരാള് ശബ്ദം പുറപ്പെടുവിച്ച് പ്രതിധ്വനി ശ്രവിക്കുന്നു. ഒരാള് ശബ്ദം ഇവിടെ നിൽക്കുകയാണ്, അയാള് ശബ്ദം വിട്ടു എവിടെയോ ചെന്ന് തട്ടിയേച്ച് പിന്നെ അതിന്റെ പ്രതിധ്വനിയോടെ കേൾക്കുന്നു. അയാളും പ്രതിപതന തലവും തമ്മിലുള്ള ദൂരം, ഈ ഒരു ഡിസ്റ്റൻസ്, ഇയാളും ഈ ഒബ്സ്റ്റക്കിളും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? d ആണ്. ശബ്ദത്തിന്റെ വേഗം എങ്ങനെയാണ്? v ആണ്. എങ്കിൽ പ്രതിധ്വനി കേൾക്കാനെടുത്ത സമയം t ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡിന്റെ ഇക്വേഷൻ ഏതാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാമല്ലോ. ടൈം ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ആളും ഈ തടസ്സം ഉണ്ടല്ലോ, അത് നമ്മുടെ ഡിസ്റ്റൻസ് d ആണ്. നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടല്ലോ സൗണ്ട്. അപ്പം എന്തുമാത്രം ദൂരം സഞ്ചരിക്കുന്നുണ്ട്? ഒരു ഡിയും കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഒരു ഡി ഇല്ലേ? ഈ ഒരു സൈഡിലേക്ക് ഒരു ഡി ഉണ്ട്, തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെയാണ്? ഒരു ഡിയും കൂടെ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ് ടോട്ടൽ എന്ന് പറയുമ്പോൾ d+d വരും. സ്പീഡ് എത്രയാണ്? v ആണ്. അതായത് 2d ഡിവൈഡഡ് ബൈ v അല്ലെ? 2d ഡിവൈഡഡ് ബൈ v ആണ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ 2d ഡിവൈഡഡ് ബൈ v. ആൻസർ ഇതാണ് കേട്ടോ. 2d ഡിവൈഡഡ് ബൈ v ആണ് അവിടുത്തെ സമയം എന്ന് പറയുന്നത്. പ്രത്യേകം ഓർത്തറങ്ങോട്ട് അടിയിൽ നിന്ന് എടുക്കല് പ്രതിധ്വനി കേൾക്കുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A wave traveling at a speed of 200 meter per second is depicted. What is the frequency of this wave? 200 meter per second വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തരംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. തരംഗത്തിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, 200 meter per second ആണ്. എങ്കിൽ ഇതിന്റെ ആവൃത്തി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആവൃത്തി കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്ന സ്പീഡാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ചിത്രം തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാമല്ലോ. ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം. അതായത് ഒരു ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരരുത്. അതല്ല ഒരു ഓസിലേഷൻ. അതിന്റെ സമയം ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 0.02 സെക്കൻഡ് തന്നിട്ടുണ്ട്. അതായത് ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ എന്ത് പറയും?
പീരീഡ് എന്നാ പറയുന്നത്. അപ്പം t ഈസ് ഈക്വൽ ടു 0.02 സെക്കൻഡ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ് ഫ്രീക്വൻസി അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഡയറക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. f ഈസ് ഈക്വൽ ടു 1/t അല്ലേ? അപ്പൊ എത്രയാണ്? 1/0.02. നമുക്ക് എന്ത് ചെയ്യാം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ മേളിലും താഴെയും. അപ്പൊ 100 ഡിവൈഡ് ബൈ ഇവിടെ എത്രയാണ്? 0.02 into 100 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. അപ്പൊ ഫ്രീക്വൻസി എത്ര കിട്ടി? 50 ഹെർട്സ് എന്നും വരും. ക്ലിയർ ആയാലോ? ആൻസർ എത്രയാണ്? 50 ഹെർട്സ് ആണ്. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 50 ഹെർട്സ് ആണ്. അപ്പൊ ഫ്രീക്വൻസി കിട്ടി. അപ്പൊ ഇതിന്റെ കൂടെ വേണമെങ്കിൽ വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാം കേട്ടോ. ഇത് 50 ഹെർട്സ് ആണ് ആൻസർ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ ഇതിന്റെ കൂടെ ചോദിക്കാം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ആണ് നമ്മുടെ ഇക്വേഷൻ. ലാംഡ ഈസ് ഈക്വൽ ടു v ഡിവൈഡ് ബൈ എഫ് ഉപയോഗിച്ച് ചെയ്യാം. ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുവാണ്. അതിന്റെ കൂടെ ഇവിടെ സ്പീഡ് തന്നിട്ടുള്ളതുകൊണ്ട് കേട്ടോ. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 200 ആണ്. എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 50 ആണ് അല്ലെ? അപ്പൊ എത്ര വരും? ഇത് പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 അല്ലെ? 4 മീറ്റർ ആണ് ഇവിടുത്തെ വേവ് ലെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വേവ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4 മീറ്റർ ആണ്. ജസ്റ്റ് ഞാൻ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള ഇതിന്റെ കൂടുതൽ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ബാറ്റ്സ് യൂസ് ഡാഷ് ബേർഡ്സ് ടു ഹണ്ട് പ്രേ. വവ്വാലുകളെ ഇര പിടിക്കാൻ സഹായിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് ആണ് കേട്ടോ. അൾട്രാസോണിക് ഓർത്തോണം കേട്ടോ. അൾട്രാ വയലറ്റ് എന്നൊന്നും എഴുതിയിട്ടില്ല. അൾട്രാ വയലറ്റ് എന്ന് പറയുമ്പോൾ റേസ് ആണ്. ലൈറ്റ് റേ, ആ റേസ് ആണ്. അൾട്രാ വയലറ്റ് ഘട്ടത്തിലെ റേ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അൾട്രാ വയലറ്റ് റേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ തരംഗമാണ് യോജിച്ചത്. സൗണ്ടിന്റെ കേസിൽ വരുമ്പോൾ അൾട്രാസോണിക് ആണ് കേട്ടോ. അപ്പം ഒരുപാട് പേര് അത് തെറ്റിച്ച് കാണുന്നുണ്ട്. അൾട്രാസോണിക്കും അൾട്രാ വയലറ്റും കേട്ടോ. സൗണ്ടിന്റെ കേസിൽ വരുമ്പോൾ അൾട്രാസോണിക് ആണ്. നമുക്കറിയാം നമ്മുടെ ഓഡിബിൾ റേഞ്ച് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഇല്ലേ? 20,000 ഹെർട്സ് വരെയാണ് നമുക്കറിയാം. അപ്പം ഈ 20 ഹെർട്സിന് താഴെയുള്ളതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇൻഫ്രാസോണിക് എന്ന് പറയും. ഇൻഫ്രാസോണിക് എന്ന് പറയും. 20,000 ഹെർട്സിന് മുകളിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? അൾട്രാസോണിക് എന്നാണ് പറയുന്നത്. അപ്പം ഈ അൾട്രാസോണിക് സൗണ്ട് അല്ലെ? അൾട്രാസോണിക് സൗണ്ട് ബാറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ബാറ്റ്സ് ഒക്കെ ഇരയെ പിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കൺസ്ട്രക്ടിങ് സീലിംഗ്സ് കർവ്ഡ് ഇൻ ഹോൾസ്? ചില ഹാളുകളുടെ സീലിംഗുകൾ വളച്ച് നിർമ്മിച്ചിരിക്കുന്നു. ശബ്ദശ്രവണവുമായി ബന്ധപ്പെട്ട് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് നമ്മൾ കണ്ടതാണല്ലേ? സീലിംഗ്സ് എങ്ങനെയാണ് വളച്ചു വെക്കാനുള്ള കാരണം എന്താണ്? സൗണ്ടിനെ റിഫ്ലക്ട് ഇല്ലേ? സൗണ്ട് നമുക്കറിയാം എല്ലാ സൈഡിലേക്കും ഒരേ രീതിയിൽ റിഫ്ലക്ട് ചെയ്ത് പോകാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ കർവ്ഡ് സീലിംഗ്സ് വെക്കുന്നത് കേട്ടോ. അപ്പം ആൻസർ എഴുതുക. എന്താണ്? ദ കർവ്ഡ് സീലിംഗ്സ് ഇൻ ദ ഹാൾ ഹെൽപ്സ് ടു റിഫ്ലക്ട് ദ സൗണ്ട് ഫ്രം എ സോഴ്സ് ആൻഡ് റീച്ച് ഓൾ പാർട്സ് ഓഫ് ദ ഹോൾ അല്ലെ? ഒരു സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരാൻ വേണ്ടിയാണ് സീലിംഗ്സ് കർവ്ഡ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെ പ്രതിഫലിപ്പിച്ച് ഹാളിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ സഹായിക്കുന്നു. അതിനുവേണ്ടിയാണ് സീലിംഗ്സ് കർവ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. 15 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച് പോകാൻ വേണ്ടിയാണ്. ഓരോരോ സെക്ഷനും പഠിച്ചു പോകാൻ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കുക, പഠിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ചായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വരും വീഡിയോസിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ പറയുന്ന ആ ഒരു സെക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. എഴുതിയെടുക്കുക, പഠിക്കുക. ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. നോട്ട്സുകളൊക്കെ ടെലിഗ്രാമിൽ ഉണ്ടായിരിക്കും, അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുക. യൂണിറ്റ് എഴുതാൻ മറന്നു പോകല്ലോ കേട്ടോ. പ്രോബ്ലത്തിന് ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ട് എടുത്തെഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ഇക്വേഷൻ ആണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പം ആ രീതിയിലൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.